അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞുകളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ സംസ്കരിക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. പൊരുൾ എന്നതോ ക്രിസ്തു അത്രേ. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ അഹങ്കരിക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്രേ. അത് ഒക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരദണ്ഡനത്തിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേർ മാത്രമുള്ളത്. ജഡാഭിലാഷം നിയന്ത്രിപ്പാനോ ഇവ പ്രയോജനമുള്ളതല്ല. തിരുവചന വായിച്ച അറിയുന്ന സിസ്റ്ററിനെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തി ബലവും. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരുമയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരുമയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാർ തന്നെ, ഭൂമിയിലുള്ള വിശുദ്ധന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ആഹാഹാ ലേലുയാ ആഹാഹാ ലേലുയാ ആഹാഹാ ലേലുയാ ആഹാഹാ ലേലുയാ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു നിൻ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു സ്തുതിച്ചിടുമെന്നു അന്നവസ്ത്രാദിതൻ നന്മകളെ എണ്ണമില്ലാതെ ചോരിഞ്ഞു തിന്മകൾ സർവത്തിൽ കൺമണി പോലെ കാക്കുന്നു ഞാൻ നിൻ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു ദൈവപിതാവേ എന്നോട് നാഥൻ നീ വാഴ്ത്തിയിടുന്നു തിരുമുന്നിലെ നേരം എന്നുമെന്നും നീ ആരാധ്യന നന്ദിയാൽ മടങ്ങും എന്നുമെന്നും നീ ആരാധ്യന നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാം ആരാധന സ്തുതി ബഹുമാനവും സ്വീകരിക്കാനും നീ യോഗ്യനാം ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനും യോഗ്യനാം യേശുവേ നാഥ കർത്തനാം രക്ഷകൻ ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിയിടുന്നു നന്ദി തിരുമുന്നീമെന്നും നീ ആരാധ്യന നന്ദിയാൽ വണങ്ങും തിരുമുന്നീരം എന്നുമെന്നും നീ ആരാധ്യന നീ ദൈവമേ മാത്രം യോഗ്യനാം ആരാധനയും സ്തുതി ബഹുമാനവും ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്ന് നീ യോഗ്യനാം പാവനാത്മാവേ ആശ്വാസപ്രദൻ നീ ദൂതന്മാരാ പകൽ വാഴ്ത്തിയിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുന്നീരിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം നന്ദിയാൽ വണങ്ങും തിരുമുന്നീരിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം നീ പരിശുദ്ധൻ നീ എന്നും സ്തുതി ദൈവമേ നീ മാത്രം യോഗ്യനാം ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്ന് നീ യോഗ്യനാം ആരാധനയും
സ്തുതി ബഹുമാനവും സ്വീകരിക്കാൻ നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിനാടെ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിക്കാൻ എന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി സ്വീകരിക്കാൻ എന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം എന്നും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിക്കാൻ എന്നും നീ യോഗ്യനാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും പുകഴ്ചയും സർവശക്തനായ പിതാവായ ദൈവത്തിന് അവിടുത്തെ പ്രിയപുത്രനായ ക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. നാം ധ്യാനിക്കുന്ന വചനഭാഗം ഇതാണ്. കൊളോസ്യർ 2:6. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. ഈ വിശ്വാസികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ്, കൈക്കൊണ്ടവരാണ്. അങ്ങനെയാണ് ഇവർ രക്ഷിക്കപ്പെട്ടത്. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകി. കൃപയാൽ വിശ്വാസം വഴി രക്ഷിക്കപ്പെട്ടു, യേശുവിനെ സ്വീകരിച്ചു. പക്ഷേ ഇനി ഇവർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. പണ്ട് അവർക്ക് തോന്നിയതുപോലെ ജീവിച്ചു, തോന്നിയത് കണ്ടു, തോന്നിയത് ചെയ്തു. ഇപ്പോൾ ഇവർ ക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ക്രിസ്തുവിന് പ്രസാദകരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുവാൻ ഇവർക്ക് അനുവാദമുള്ളൂ. ഇവർക്ക് ഇനി എന്തും വിശ്വസിക്കുവാൻ ഇവർക്ക് ഇനി എന്തും വിശ്വസിക്കാൻ പറ്റില്ല. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളാണ് ഇവർ വിശ്വസിക്കേണ്ടത്. എന്തും ചെയ്യുവാൻ ഇവർക്ക് അനുവാദമില്ല. അവനിൽ ജീവിക്കുവിൻ. 2 യോഹന്നാൻ 1:8 ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ നഷ്ടമാക്കാതെ അത് പൂർണ്ണമായി നേടാൻ ശ്രദ്ധിക്കുവിൻ. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനും ഉണ്ട്. ജീവിതത്തിലെ സകല മേഖലകളും ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കണം. അതാണ് അവനിൽ വസിക്കുവിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. ക്രിസ്തു അനുവദിക്കുന്നതിനപ്പുറം ഒന്നും പറയരുത്, ചെയ്യരുത്. ക്രിസ്തു അനുവദിക്കുന്ന പരിധി വിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല. അവനിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. റോമാലേഖനം 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, ദോസ് ഹൂ ആർ കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സ്വന്തം വഴിക്ക് പോകില്ല. ക്രിസ്തുവിൽ ജീവിക്കുക, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാം എൻ്റെ അരികിലേക്ക് വരുവിൻ,
ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ ആശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതോടെ കഴിഞ്ഞില്ല. ഞാൻ സൗമ്യതയുള്ളവനാണ്, ശാന്തശീലനാണ്. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ നുകത്തിന് കീഴെ ഇരിക്കണം, അവനിൽ ജീവിക്കുവിൻ. യേശു നമ്മുടെ കർത്താവാണ്, കേവലം രക്ഷകൻ മാത്രമല്ല. അതുകൊണ്ട് കർത്താവ് അനുവദിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ ഇടപെടുവാൻ, പ്രവർത്തിക്കുവാൻ നമുക്ക് അനുവാദമുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിക്കരുത്. ക്രിസ്തുവിൻ്റെ ഹിതം, ക്രിസ്തുവിന് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ അവിടുത്തെ ഹിതത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഗലാത്യ ലേഖനം 5:16 ജോയ് ബ്രദർ വായിക്കാം. ഗലാത്യ 5:16. ഗലാത്യർ 5:16. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. റോമ 8 ഗലാത്യ 5:16. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. നാം ധ്യാനിക്കുന്ന റോമ, നാം ധ്യാനിക്കുന്ന കൊളോസ്യർ 2-ാം അധ്യായത്തിൽ, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. നമ്മളിപ്പോൾ എവിടെയാണ്? 1 യോഹന്നാൻ 5:20. 1 യോഹന്നാൻ 5:20. ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്ന് നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും നമ്മൾ നടക്കുന്നത് അവനിലാണ്. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലും ആണ്. നാം ആകട്ടെ സത്യസ്വരൂപനിലാണ്, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലും ആണ്. അങ്ങനെയാണെങ്കിൽ ജീവിക്കുന്നതും ക്രിസ്തുവിൽ തന്നെ. മീഖ 4:2. മീഖ 4:2. ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും യെരൂശലേമിൽ നിന്ന് കർത്താവിൻ്റെ വചനവും പുറപ്പെടും. മീഖാ പ്രവാചകൻ പ്രവചിച്ച ഈ പ്രവചനം ക്രിസ്തുവിൽ നിറവേറി. ക്രിസ്തു വന്നപ്പോൾ പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുവിൻ. ഇന്നും ക്രിസ്തു അനേകരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നെ അനുഗമിക്കുവിൻ. അനേകർ അനുഗമിക്കുന്നു, ക്രിസ്തുവിൻ്റെ പ്രബോധനം ജീവിതത്തിൽ സ്വീകരിക്കുന്നു, നിത്യജീവൻ സ്വന്തമാക്കുന്നു. അവനിൽ വസിക്കുവിൻ. ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം. ആരും നിർബന്ധിക്കാതെ തന്നെ ഈ ജനം എന്താണ് പറയുന്നത്? നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും യെരൂശലേമിൽ നിന്ന് കർത്താവിൻ്റെ വചനവും പുറപ്പെടും. നാം രക്ഷിക്കപ്പെട്ടവരാണ്. യേശുവിനെ കൈക്കൊണ്ടതിനാൽ, സ്വീകരിച്ചതിനാൽ രക്ഷിക്കപ്പെട്ടു. ഇനി നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അവനിൽ വസിക്കുവിൻ. അവൻ്റെ കൂട്ടായ്മയിൽ സത്യവേദ പുസ്തകത്തിൽ, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം. ഇപ്പം നമ്മൾ ധ്യാനിച്ചത് കൊളോസ്യർ 2:6. Therefore, as you have received Christ Jesus the Lord, so walk in him. ഇനി നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് കൊളോസ്യർ 2:7 പ്രവേശിക്കുന്നത്. എല്ലാ വാക്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. കൊളോസ്യർ 2:7. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്ത വിധം
വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവിൻ. മറ്റൊരു പരിഭാഷയിൽ, അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. കൊളോസ്യ 2:7 NASBയിൽ, ഹാവിംഗ് ബീൻ ഫേംലി റൂട്ടഡ് and now being built up in him and established in your faith, just as you were instructed, and overflowing with gratitude. ആദ്യം 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? ഒന്നാമതായി, ഹാവിംഗ് ബീൻ ഫേംലി റൂട്ടഡ്, അവനിൽ വേരുറപ്പിക്കപ്പെട്ടു. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത്, നൗ ബീയിങ് ബിൽറ്റ് അപ്പ് ഇൻ ഹിം, അവനിൽ പണിതുയർത്തപ്പെട്ടു. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യുവർ ഫെയ്ത്ത്, നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചു. 3 കാര്യങ്ങൾ. 1, ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെടുക. 2, ക്രിസ്തുവിൽ പണിതുയർത്തപ്പെടുക. 3, വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുക. 7-ാം വാക്യം 3 കാര്യങ്ങളാണ് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ 3 കാര്യങ്ങൾ? ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെടുക, 2, ക്രിസ്തുവിൽ പണിതുയർത്തപ്പെടുക, 3, സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുക. ആദ്യമായി പറഞ്ഞിരിക്കുന്നത്, ഹാവിംഗ് ബീൻ ഫേംലി റൂട്ടഡ്, ക്രിസ്തുവിൽ ആഴത്തിൽ വേരൂന്നണം. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രതികൂലം വന്നാലും ക്രിസ്തുവിൽ നിന്ന് അകലുകയില്ല. ക്രിസ്തുവിൽ ആഴത്തിൽ വേരൂന്നിയ വിശ്വാസി, ആ വിശ്വാസിയെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ആപത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ വാളിനോ ഒന്നിനും കഴിവില്ല. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും. കൊളോസ്യ 1:23, എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ഇക്കാര്യം 23-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട് മറ്റൊരു രൂപത്തിൽ. അതായത്, നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. ദൈവം ഇവരെ നിലനിർത്തും, ശരിയാണ്. പക്ഷെ ഇവർക്കൊരു റോളുണ്ട്. സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ഇനി വേര് ഉറപ്പിക്കുക. മരത്തിനാണ് വേരുള്ളത്, മനുഷ്യർക്ക് വേരില്ല. പക്ഷേ ബൈബിളിൽ വിശ്വാസികളെ മരത്തോട് പലതവണ ഉപമിച്ചിട്ടുണ്ട്. യെഹസ്കേൽ 17:23 തൊട്ട് എസെക്കിയേൽ 17:23, ഇസ്രായേലിൻ്റെ ഉയർന്ന പർവ്വതത്തിൽ ഞാൻ അത് നടും, അത് കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്ച്ച് ഭംഗിയുള്ളൊരു ദേവദാരുവായി തീരും. അതിൻ്റെ കീഴിൽ പലവിധം ചിറകുള്ള പക്ഷികളൊക്കെയും പാർക്കും. അതിൻ്റെ കൊമ്പുകളുടെ നിഴലിൽ അവ വസിക്കും. യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായുള്ള വൃക്ഷത്തെ ഉണക്കി ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും. യഹോവയായ ഞാൻ അത് പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു. ജോയ് ബ്രദർ എഫേസ്യ 3:17 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ഗലാത്യർ ഉണ്ടായിരുന്നു അല്ലേ ബ്രദറെ? ഗലാത്യർ 1:3. ഇനിയിപ്പോ അത് ഞാൻ ശ്രദ്ധിച്ചില്ല ബ്രദറെ. ഇനിയിപ്പോ എഫേസ്യ തന്നെ വായിച്ചു, അത് വായിച്ചു പോയി. എഫേസ്യ 3:17 തൊട്ട് 18 വരെ എടുത്ത് വായിച്ചാൽ മതി. കിട്ടിയില്ലെങ്കിൽ ഞാൻ വായിക്കാം. കിട്ടി. എഫേസ്യർ 3:17
17 തൊട്ട് 17 18 വരെ. വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം എന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൽ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൽ വേരൂന്നുക. സ്നേഹത്തിൽ വേരൂന്നാൻ വീണ്ടും പൗലോസ് എഫേസ്യ ലേഖനം 3:17 പറയുന്നുണ്ട്. കൊളോസ്യർ 2:7 ഹാവിങ് ബീൻ ഫേംലി റൂട്ടഡ്. ഒരു മരത്തിൻ്റെ വേര് ആഴത്തിൽ മണ്ണിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ശക്തമായ കാറ്റിനെ പ്രതിരോധിക്കുവാൻ കഴിയും. വെള്ളം വന്നാലും ആ മരം വീഴുന്നില്ല, കാരണം അതിൻ്റെ വേര് ആഴത്തിൽ മണ്ണിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്തീയ വിശ്വാസി തൻ്റെ വേര് ആഴത്തിൽ ക്രിസ്തുവിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രതികൂലങ്ങളാകുന്ന കൊടുങ്കാറ്റോ പ്രതിസന്ധികളാകുന്ന പ്രലോഭനങ്ങളോ വന്നാലും ഇളകാതെ ഉറച്ചു നിൽക്കും. സിയോൻ പർവ്വതം പോലെ യഹോവ ഭക്തൻ ഉറച്ചു നിൽക്കും. എന്തു പ്രതികൂലം വന്നാലും അവനെ ഇളക്കുവാൻ സാധിക്കുകയില്ല. വിശ്വാസികളെ ട്രീയായി, മരമായി ഉപമിച്ചിട്ടുണ്ട്. മരത്തിന് വേരുണ്ട്. പക്ഷേ നമ്മൾ കുളത്തിലും പുഴകളിലും കാണുന്ന പായലുണ്ട്, അതിന് വേരില്ല. അത് മീതെ വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കുന്നു. തദ്ഫലമായി കാറ്റ് വരുമ്പോൾ അത് നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകും. ഒഴുക്കിനൊത്ത് അത് നീന്തും. പക്ഷേ ആഴത്തിലേക്ക് വേര് ഇറക്കിയിട്ടുള്ള ഒരു വലിയ മരം കാറ്റിനൊത്തോ ഒഴുക്കിനൊത്തോ അതിന് സ്ഥാനചലനം വരുന്നില്ല. ഇതാണ് ക്രിസ്തുവിൽ വേരുറപ്പിച്ച ഒരു വിശ്വാസിയും ക്രിസ്തുവിൽ വേരുറപ്പിക്കാത്ത വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം. ക്രിസ്തുവിൽ വേരുറപ്പിക്കാത്ത വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്തോ അത്ഭുതങ്ങൾ കണ്ടു, ഇനി എന്തോ കാര്യസാധ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചർച്ചിലേക്ക് വരുന്നവരാണ്. അവർ സ്നാനപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷേ വേര് ആഴത്തിൽ ഇറക്കാത്തത് കൊണ്ട് പ്രതിസന്ധികളും എതിർപ്പുകളും വരുമ്പോൾ അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാതെ പിന്മാറിപ്പോകുന്നു. റോമാലേഖനം 8:35 റോമ 8:35 വായിക്കുന്നു. എന്തെന്നാൽ റോമ 8:35 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഈ 7 കാര്യങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വന്നാലും ഒരുമിച്ച് വന്നാലും ക്രിസ്തുവിൽ ആഴത്തിൽ വേരിറക്കിയിട്ടുള്ളൊരു വിശ്വാസിയെ ഈ വക പ്രതികൂലങ്ങൾക്കൊന്നും ആ സ്നേഹത്തിൽ നിന്ന് വലിച്ച് വേർപ്പെടുത്തുവാനുള്ള കഴിവില്ല. വീണ്ടും അക്കാര്യം റോമാലേഖനം 8:38 പറയുന്നുണ്ട്. 38-39 എന്തെന്നാൽ മരണത്തിനോ ജീവിതത്തിനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ക്രിസ്തുവിന് വേണ്ടി 1000 വട്ടം മരിക്കാൻ പൗലോസ് തയ്യാറാണ്. യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൊളോസ്യ 1:23 വീണ്ടും വായിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ഹാവിങ് ബീൻ ഫേംലി റൂട്ടഡ്, അവനിൽ വേരുറപ്പിക്കപ്പെട്ടും. വിശ്വാസികളെ മരങ്ങളായി ചിത്രീകരിച്ചിട്ടുണ്ട്. ചില വാക്യങ്ങൾ നമുക്കറിയാം, എങ്കിലും വായിക്കാം. സങ്കീർത്തനങ്ങൾ 1:2 തൊട്ട്. സങ്കീർത്തനം 1:2-3 അല്ലേ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത്
നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഓക്കെ. സങ്കീർത്തനങ്ങൾ 1, 2, 3 വാക്യങ്ങൾ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. തിരുവചനം, വേറെ കാര്യങ്ങളല്ല ധ്യാനിക്കുന്നത്. നീർച്ചാലരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ഇനി സങ്കീർത്തനങ്ങൾ 92-ന്റെ 13, 14. സങ്കീർത്തനങ്ങൾ 92-ന്റെ 13, 14. അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ട, ക്രിസ്തുവിൽ പക്വത പ്രാപിച്ച ഒരു വിശ്വാസിയുടെ അവസ്ഥ. അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. ഇരമ്യ 17-ന്റെ 17 തൊട്ട്, ഇരമ്യ 17-ന്റെ 7 തൊട്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഇനി കർത്താവായ യേശു ക്രിസ്തു തന്നെ മുന്തിരിച്ചെടിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. നമ്മൾ ശാഖകളാണ്, അക്കാര്യം നമുക്കറിയാം. യോഹന്നാൻ 15-ന്റെ 4-5. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇനി ഏശയ്യ 61-ന്റെ 3, ഏശയ്യ 61-ന്റെ 3. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും, കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും, അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സിയോനിൽ വിലപിക്കുന്നവർ, അങ്ങനെ ദുഃഖിക്കുന്നവരെ കർത്താവ് എന്താക്കി തീർക്കാനാണ് പോകുന്നത്? സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും, ഇവരെ ഈ വലിയ ഓക്കുമരമാക്കുന്നത് എന്തിനാണ്? താഴെ പറയുന്നത്, അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും. കണ്ടോ, പണ്ട് ഞാൻ വിലപിച്ച് ഒന്നുമില്ലാതെ നടന്നു, ഇപ്പോൾ ദൈവം എന്നെ ഉയർത്തി, ഞാനിപ്പോൾ ഓക്കുമരമാണ്. എന്നെ നോക്കൂ, ദൈവം എന്നെ എത്രമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വന്തം നാമമഹത്വത്തിന് വേണ്ടിയല്ല. ഈ വിലപിക്കുന്നവരെ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരം ആക്കി തീർക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാൻ. അല്ലാതെ കണ്ടോ ആ ഓക്കുമരത്തിൻ്റെ ഉയരം, ആ ഓക്കുമരത്തിൻ്റെ വണ്ണം, എത്രമാത്രം പണമാണ് ആ വിശ്വാസി സമ്പാദിച്ചു കൂട്ടിയത്. ആ വിശ്വാസിയുടെ മഹത്വം പ്രസിദ്ധമാക്കാനല്ല വിലപിക്കുന്നവരെ ഓക്കുമരമാക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി. 115-ന്റെ 1 സങ്കീർത്തനം വായിക്കാം. 115-ന്റെ 1. 115-ാം സങ്കീർത്തന്റെ 1-ാം വാക്യം. നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. സങ്കീർത്തനങ്ങൾ 115-ന്റെ 1. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം
നൽകപ്പെടേണ്ടത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം പാലകനേശുവെ മറന്നിരിക്കും, തന്തയൊന്നായി ഘോഷിച്ചിടാം. നാം ധ്യാനിക്കുന്നത് കൊളോസ്യ 2:7. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും. അവനിൽ വേരുറപ്പിക്കപ്പെടുക, അതിനെക്കുറിച്ചാണ് നാം ഇതുവരെ ചിന്തിച്ചത്. ഇനി രണ്ടാമത്തെ ഭാഗം, പണിതുയർത്തപ്പെട്ടും. Having been firmly rooted and now being built up in him. Built up in him. അവനിൽ പണിതുയർത്തപ്പെട്ടും. ഒന്ന്, ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെടുക. വിശ്വാസിയ മരത്തോട്, ആഴത്തിൽ ക്രിസ്തുവിൽ വേരിറക്കിയിരിക്കുന്ന മരത്തോട് ഉപമിച്ചിരിക്കുന്നു. രണ്ടാമത്, ഇവിടെ വിശ്വാസിയെ ഒരു കെട്ടിടത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ക്രിസ്തു എന്താണ് പറഞ്ഞത്? ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം. ഒരാൾക്കൊന്നത് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം ഒരാളൊന്ന് എടുത്ത് വായിക്കുകയാണെങ്കിൽ 47, 48 ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 47 തൊട്ട് 48 വരെ. ഞാൻ തന്നെ വായിക്കാം. ലൂക്കോസ് 6:47 തൊട്ട്. 47, 48 അല്ലേ ബ്രദറെ? വായിച്ചു. എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴത്തിൽ കുഴിച്ചു പാറമേൽ അടിസ്ഥാനമിട്ടു വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ടും ഒഴുക്ക് വീടിനോട് അടിച്ചിട്ടും എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കുക കൊണ്ട് അത് ഇളകിപ്പോയില്ല. കേട്ടിട്ടും ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്ക് അടിച്ചു, ഉടനെ അത് വീണു, ആ വീടിന്റെ വീഴ്ച വലിയതായിരുന്നു. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും. ഈ കെട്ടിടം എന്തിൻ്റെ അടിസ്ഥാനത്തിന്മേലാണ് പണിയേണ്ടത്? ക്രിസ്തു പറഞ്ഞു. ലൂക്കോസ് 6:47 തൊട്ട്. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴക്കൊഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് ഇളകിപ്പോയില്ല. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ഒരു കെട്ടിടം പണിയുന്നു, അതിനൊരു ഫൗണ്ടേഷനുണ്ട്. അതിന് മീതെയാണ് ചുമരും വാതിലും ജനലും എല്ലാം വയ്ക്കുന്നത്. അടിസ്ഥാനം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ നിന്നുകൊണ്ട് നമ്മൾ ആത്മീയ വളർച്ച പ്രാപിക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20 തൊട്ട് വായിക്കുമ്പോൾ, എഫേസ്യ 2:20 തൊട്ട്, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ദൈവസഭ, അതിൻ്റെ അടിസ്ഥാനം ഏതെങ്കിലും സഭാ നേതാവല്ല, ക്രിസ്തുവാണ്. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സാധാരണ കെട്ടിടങ്ങൾക്കൊന്നും ജീവനില്ല, അത് വളരുകയില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ജീവനുള്ള കെട്ടിടമാണ് വളർന്നുകൊണ്ടിരിക്കുന്ന ദൈവസഭ. കർത്താവിൽ പരിശുദ്ധ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാ പണി നമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൊളോസ്യ 2:7 അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും
1 കൊരിന്ത്യർ 3-9 തൊട്ട് വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 3:9 തൊട്ട് 1 കൊരിന്ത്യർ 3:9 തൊട്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപ അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവം ചിന്തിക്കട്ടെ. യേശുക്രിസ്തുവെന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഇനി ജോയ് ബ്രദർ 1 പത്രോസ് 2:4 തൊട്ട് 6 വരെ വായിക്കാം. 1 പത്രോസ് 2:4 തൊട്ട് 6 വരെ. 1 പത്രോസ് 2:4-6 വരെ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഓക്കെ. 1 പത്രോസ് 2:4 തൊട്ട് അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തെരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണ് അവൻ. നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള, ജീവനുള്ള കല്ലുകൾ, സജീവശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. സാധാരണ കല്ലുകൾക്കൊന്നും ജീവനില്ല, പക്ഷേ ഈ കല്ലുകൾക്ക് ജീവനുണ്ട്. നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ. 1 കൊരിന്ത്യർ 15:58. 1 കൊരിന്ത്യർ 15:58. അതിനാൽ എൻ്റെ വത്സല സഹോദരന്മാരെ, കർത്താവിൽ നിങ്ങളുടെ വേല നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെടണം, ക്രിസ്തുവിൽ പണിതുയർത്തപ്പെടണം, ക്രിസ്തുവിൽ ഇളകാതെ നിൽക്കണം. വീണ്ടും നാം ധ്യാനിക്കുന്ന വാക്യം വായിക്കുന്നു. കൊളോസ്യർ 2:7. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. Having been firmly rooted and now being built up in him and established in your faith. നമ്മൾ ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെടുന്നു, ക്രിസ്തുവിൽ പണിതുയർത്തപ്പെടുന്നു. ക്രിസ്തുവിൽ വേരൂന്നി ക്രിസ്തുവിൽ പണിതുയർത്തപ്പെട്ടാൽ നമ്മുടെ സ്ഥിതി എന്താണ്? ക്രിസ്തുവിൽ വേരൂന്നി ക്രിസ്തുവിൽ പണിതുയർത്തപ്പെടുന്ന ഒരു കെട്ടിടമായി നമ്മൾ മാറുന്നുവെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ തന്നെയാകും. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അഥവാ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ മുൻകൂട്ടി നിയമിച്ചുമിരിക്കുന്നു. റോമ 8:29. നമ്മൾ വാസ്തവത്തിൽ ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അവനിൽ പണിതുയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആരുടെ സ്വഭാവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുക? വാസ്തവത്തിൽ ഈ പണി നമ്മിൽ നടക്കുന്നെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് കൂടുതൽ കൂടുതൽ അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി മറ്റൊരു കാര്യം, ഇത് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല. ഈ ക്രിസ്തുവിൽ വേരൂന്നുവാനും ക്രിസ്തുവിൽ പണിതുയർത്തപ്പെടാനും കർത്താവ് തന്നെ നമുക്ക് ശക്തി തന്ന് നമ്മെ സഹായിക്കും. നമ്മൾ സഹകരിക്കണം എന്ന് മാത്രം. 1 പത്രോസ് 5:10. 1 പത്രോസ് 5:10. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും
സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. നമുക്ക് സ്വയമായിട്ടങ്ങ് ശക്തി പ്രാപിക്കാനും അങ്ങ് സ്വന്തം ശരീരത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച് ഉറച്ചു നിൽക്കാനും പറ്റില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. പക്ഷേ നമ്മുടെ സഹകരണം പൂർണ്ണമായും ഇക്കാര്യത്തിന് ആവശ്യമാണ്. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ദൈവം തന്നെ ആത്മാർത്ഥതയുള്ള പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പിൻപറ്റുന്ന ഒരു വിശ്വാസിയെ ഈ രീതിയിൽ ശക്തനാക്കും, പൂർണ്ണനാക്കും. ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ഇനി റോമ 16:25, റോമ 16:25, എൻ്റെ സുവിശേഷം അനുസരിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപ്പാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് മാറി നിൽക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. വീണ്ടും കൊളോസ്യ ലേഖനം 2:7 വായിക്കുകയാണ്. ഈ വാക്യത്തിൽ ആദ്യം 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇനി 3-ാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിക്കാം. കൊളോസ്യർ 2:7, അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും. ആ 2 കാര്യങ്ങൾ ചുരുക്കമായി നമ്മൾ ചിന്തിച്ചു. ഇനി 3-ാമതായി, നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. 3-ാമതായി, നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുക. having been firmly rooted and now being built up in him and established in your faith. 3-ാമത്തെ കാര്യം ഇതാണ്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യുവർ ഫെയ്ത്ത്. സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട്. ഒന്ന്, അവനിൽ വേരുറപ്പിക്കപ്പെടുക, അവനിൽ പണിതുയർത്തപ്പെടുക. 3-ാമത്, വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുക. നമ്മൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, നമ്മുടെ പ്രവൃത്തികൾ വഴിയല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. എന്തിനാണ് വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യം? പ്രതികൂലങ്ങളും വെല്ലുവിളികളും ഈ കൊളോസ്യ സഭയിലെ വിശ്വാസികൾക്ക് സാധാരണമാണ്. അവരുടെ വിശ്വാസം വളരെ ബലഹീനമാണെങ്കിൽ ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ പതറിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം ദൃഢതരമായിരിക്കണം. അവർ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നുണ്ട്. തെളിവെന്താണ്? പ്രതികൂലങ്ങൾ കണ്ട് മുന്നോട്ട് വെച്ച കാൽ അവർ പിന്നിലേക്ക് വയ്ക്കുന്നില്ല. 1 കൊരിന്ത്യർ 15:58 അവിടെ എഴുതിയിരിക്കുന്നത്, 1 കൊരിന്ത്യർ 15:58, അതിനാൽ എൻ്റെ വത്സല സഹോദരന്മാരെ, കർത്താവിൽ നിങ്ങളുടെ വേല നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ വേലയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. 2 കൊരിന്ത്യർ 5:7, ഒരാൾക്ക് 2 കൊരിന്ത്യർ 5:7 ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യം എടുത്ത് ഒരാൾക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5:7. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഓക്കെ, വളരെ പെട്ടെന്ന് സിസ്റ്റർ എടുത്തു. 2 കൊരിന്ത്യർ 5:7, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. നമ്മൾ നടക്കുന്നത് പോലും കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. അടുത്ത ദിവസം എന്ത് സംഭവിക്കും നമുക്കറിഞ്ഞുകൂടാ. കാഴ്ചയാലല്ല നടക്കുന്നത്. നാളെ നമുക്ക് എന്ത് സംഭവിക്കുക അറിഞ്ഞുകൂടാ, അറിയേണ്ട കാര്യവുമില്ല. വിശ്വാസത്താലാണ് നമ്മൾ നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ കണ്ടവനാണ് കർത്താവ്. ആ കർത്താവിലുള്ള വിശ്വാസം, ആശ്രയം, അതുമാത്രം മതി ഈ ക്രിസ്തീയ ജീവിതം ഓരോ ദിവസവും വിജയകരമായി
അങ്ങ് നയിക്കുവാൻ, കാഴ്ചയാലല്ല. ഇനി എബ്രായ ലേഖനം 11:1 നമുക്കറിയാവുന്ന ഒരു വാക്യമാണ്. എബ്രായ 11:1. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ് വിശ്വാസം. എന്താണ് കാണപ്പെടാത്തത്? സ്വർഗം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാനില്ല, പക്ഷേ സ്വർഗം ഉയരത്തിലുണ്ട്. യേശു ക്രിസ്തുവിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ യേശു ക്രിസ്തു ജീവിക്കുന്ന കർത്താവാണ്, ദൈവമാണ്. നമ്മളതെല്ലാം വിശ്വാസത്താൽ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല, പക്ഷേ ഇതെല്ലാം ഉണ്ട്. ചില വ്യക്തികൾ ആപ്പിൾ കഴിക്കുന്നുണ്ട്, പക്ഷെ അവരൊരിക്കലും ആപ്പിൾ തോട്ടം കണ്ടിട്ടില്ല. ആപ്പിൾ തോട്ടം അവർ കണ്ടിട്ടില്ല എങ്കിൽ അവർക്കൊരു കാര്യം അറിയാം, എവിടെയോ അകലെ ഒരു ആപ്പിൾ തോട്ടമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്പിൾ കഴിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഇപ്പോൾ സ്വർഗത്തിൽ എത്തിയിട്ടില്ല, ശരിയാണ്, പക്ഷേ സ്വർഗമുണ്ട്. തെളിവെന്താണ്? ഇപ്പോൾ തന്നെ നമുക്ക് ആ സ്വർഗത്തോട് ഒരു കണക്ഷനുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ എത്തിയിട്ടില്ല എങ്കിലും ഒരു വിശ്വാസി വിശ്വാസത്താൽ ഓരോ ദിവസവും നമ്മുടെ പിതൃഭവനവുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. ഒരു നാളിൽ നമ്മൾ നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് പ്രവേശിക്കും. കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് നാം നടക്കുന്നത്. ഈ പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ ഈ വിശ്വാസികൾക്കൊരു ബോധ്യമുണ്ട്, ഞങ്ങൾക്ക് സ്വർഗം തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗം ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ പൂർണ്ണമായി അത് വിശ്വസിക്കുന്നു. കർത്താവിന് വേണ്ടി പീഡയേറ്റ് മരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഒരിക്കലും കാണാത്ത ആ സ്വർഗത്തിലേക്ക് ഞങ്ങൾ ഒരു നാളിൽ നിശ്ചയമായും എത്തും. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ജോയ് ബ്രദർ എബ്രായ 11:6 വായിക്കാം. എബ്രായ 11:6. എബ്രായ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലോ. എബ്രായ 11:6. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. നമുക്കൊരു 5 മിനിറ്റ് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയതിനു ശേഷം വീണ്ടും വചനധ്യാനത്തിലേക്ക് വരാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അങ്ങ് ചെയ്യുന്ന എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയിൽ വേരുറപ്പിക്കപ്പെടാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയിൽ പണിത് ഉയർത്തപ്പെടുവാൻ അങ്ങ് തന്ന മഹാകൃപയ്ക്കായിട്ട് അത് നൽകുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങ് ഒരുക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ ഭക്ഷണം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിലെ വചനം കൊണ്ടും ആണ് ജീവിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് കർത്താവ് തന്ന എല്ലാ സൗകര്യങ്ങൾക്കായിട്ടും കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. നിന്നെ ഒരിക്കലും കൈവിടില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് അത്ഭുതകരമായി ഞങ്ങളെ ഓരോ ദിവസവും താങ്ങി നടത്തുന്ന നിങ്ങളുടെ ബലഹീനതയിൽ ശക്തി പകർന്ന് ഞങ്ങൾക്ക് ആത്മശക്തി മാനുഷിക ബുദ്ധിയിൽ നടക്കാത്ത അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നടത്തി തരുന്നതിനാൽ ഒരിക്കലും മാനുഷികമായി നടക്കാത്ത കാര്യങ്ങൾ എത്രയോ ഞങ്ങളുടെ തക്ക സമയത്ത് അങ്ങ് തുറന്ന് അങ്ങ് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഇതിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞ് ഞങ്ങളെ അനുദിനം ഞങ്ങൾ ഉത്കണ്ഠയില്ലാതെ ജീവിക്കുവാൻ, ഞങ്ങൾ വേവലാതിയില്ലാതെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി സകലം മുൻകൂട്ടി കരുതുന്ന കർത്താവ്
ഹല്ലേലൂയ. ഞങ്ങൾ ചോദിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും അത്യന്ത അത്ഭുതകരമായി അങ്ങ് ഓരോ ദിവസവും ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ശാരീരിക ആരോഗ്യം തരുന്നതിനാൽ ഞങ്ങൾ അനേക രോഗികൾ തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം അങ്ങ് സമയത്ത് മീറ്റ് ചെയ്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ട ശുദ്ധീകരണം അങ്ങ് തരുന്നു. ഞങ്ങൾക്ക് വേണ്ട എളിമ അങ്ങ് തരുന്നു. ഞങ്ങളെ വഴിതെറ്റുമ്പോൾ ഞങ്ങൾക്ക് ശിക്ഷയും ശാസനവും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾപ്പിച്ച് ഇതാണ് വഴി, ഇതിലൂടെ നിരന്തരമായി അങ്ങയുടെ ശ്രദ്ധ ഞങ്ങളുടെ നേരെ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന അങ്ങ് ഞങ്ങൾക്ക് തരുന്ന എല്ലാ ശാസനങ്ങൾക്കായിട്ട് ഞങ്ങൾക്കായി കരുതുന്ന എല്ലാ വിധങ്ങൾക്കായിട്ട് ബുദ്ധിക്ക് അത്ഭുതകരമായി അങ്ങ് നടത്തുന്ന എല്ലാ വഴികളെയും പ്രതി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തു. പാതാളത്തിൽ ഞങ്ങളെ ഹല്ലേലൂയ. നിത്യജീവൻ എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ അകൃത്യങ്ങളൊന്നും ആകൃത്യങ്ങളും പാപങ്ങളും വിശ്വസിക്കാനുള്ള അല്പവിശ്വാസം എന്റെ അകത്യങ്ങളോ അസ്തമത്തോട് അവന്നിരിക്കുന്നവന്റെ ഭാഗങ്ങൾ അങ്ങോട് ഞങ്ങളുടെ നേരെ അങ്ങയുടെ മാത്രം കരുണയ്ക്കായി മനസ്സലിയുള്ള ദൈവം കർത്താവേ മഹത്വത്തിലേക്ക് ഞങ്ങൾ സ്തോത്രം ഇതുവരെ കരുതിയ കർത്താവേ കോടാനുകൂടി സ്തോത്രം, കോടാനുകൂടി സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും കരത്താൽ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ സഹജേ. മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുവിൻ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുവിൻ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. വീണ്ടും നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് തന്നെ വരാം. നാം ധ്യാനിക്കുന്നത് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം
2:7 നമ്മൾ ഭാഗമായിട്ടാണ് ധ്യാനിക്കുന്നത്. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. ഹാവിംഗ് ബീൻ ഫേംലി റൂട്ടഡ് ആൻഡ് നൗ ബീയിങ് ബിൽറ്റ് അപ്പ് ഇൻ ഹിം ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യുവർ ഫെയ്ത്ത് ജസ്റ്റ് ആസ് യു വെർ ഇൻസ്ട്രക്റ്റഡ്. ആദ്യത്തെ 3 കാര്യങ്ങൾ നമ്മൾ ചുരുക്കമായി ചിന്തിച്ചു. ഹാവിംഗ് ബീൻ ഫേംലി റൂട്ടഡ്, അവനിൽ വേരുറപ്പിക്കപ്പെട്ടും. രണ്ടാമത്, ബീയിങ് ബിൽറ്റപ്പ് ഇൻ ഹിം, അവനിൽ പണിതുയർത്തപ്പെട്ടും. മൂന്നാമത്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യുവർ ഫെയ്ത്ത്, മൂന്നാമതായി വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചു. ഇനി പറയുന്നത് ജസ്റ്റ് ആസ് യു വെർ ഇൻസ്ട്രക്റ്റഡ്, നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം പോലെ. ഈ 3 കാര്യങ്ങൾ നടക്കണമെങ്കിൽ, അതായത് വേരുറപ്പിക്കപ്പെടുക, പണിതുയർത്തപ്പെടുക, സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുക, ഈ 3 കാര്യങ്ങളും ദൈവസഭയിലെ വിശ്വാസികളിൽ നടക്കണമെങ്കിൽ എന്തു വേണം? ജസ്റ്റ് ആസ് യു വെർ ഇൻസ്ട്രക്റ്റഡ്, നിങ്ങൾക്ക് നൽകിയ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച്. എന്ത് നിർദ്ദേശമാണ് കൊടുത്തത്? അത് 28 വാക്യത്തിൽ പറയുന്നുണ്ട്. കൊളോസ്യർ 1:28 ആ വാക്യം നമ്മൾ ധ്യാനിച്ചു. കൊളോസ്യർ 1:28, അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സഭയിലെ വിശ്വാസികൾക്ക് പൗലോസ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, വചനം പഠിപ്പിച്ചിട്ടുണ്ട്, അവരെ പ്രബോധിപ്പിച്ചിട്ടുണ്ട്. ഒരു സഭയിൽ വചനപ്രബോധനവും വചന പഠനവും, പ്രത്യേകിച്ച് അപ്പസ്തോലിക ഉപദേശങ്ങൾ നിർബന്ധമായും വിശ്വാസികൾക്ക് ലഭിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയുള്ളൂ ആ ചർച്ചിൽ. എന്താണ് ആ 3 കാര്യങ്ങൾ? അവനിൽ വേരുറപ്പിക്കപ്പെടുക, പണിതുയർത്തപ്പെടുക, സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുക. എങ്ങനെയെങ്കിലും ഒരു വിശ്വാസിയായി ചർച്ചിൽ ചടഞ്ഞുകൂടിയിരിക്കുക, അതല്ല വിശ്വാസികളെക്കുറിച്ച് പൗലോസിൻ്റെ സ്വപ്നം. ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാകണം. അതിനുവേണ്ടിയുള്ള പ്രബോധനങ്ങളും പഠനവും പൗലോസ് സമൃദ്ധമായി കൊടുത്തിരുന്നു. കാരണം അത് കൊടുക്കാതെ, കാരണം 1-ാം അധ്യായത്തിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ പ്രബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി പൗലോസിന് കർത്താവ് കൊടുത്ത ബലമെല്ലാം ഉപയോഗിക്കുകയാണ്. എന്നിട്ടാണ് താഴെ കൊളോസ്യർ 2:7 നാം വായിക്കുന്ന ഈ വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, ജസ്റ്റ് ആസ് യു വെർ ഇൻസ്ട്രക്റ്റഡ്, നിങ്ങൾക്ക് ലഭിച്ച ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച്. എന്ത് നിർദ്ദേശമാണ് കൊടുക്കേണ്ടത്? എന്ത് പ്രബോധനമാണ്, പഠനമാണ് നൽകേണ്ടത്? വചനപ്രബോധനമാണ്. വചനപ്രബോധനം, കറകളഞ്ഞ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ സഭയിൽ വിശ്വാസികളെ പഠിപ്പിക്കണം, അവർക്ക് വാണിംഗ് കൊടുക്കണം വചനത്തിൽ നിന്ന്. അല്ലാതെ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെടുക, പണിതുയർത്തപ്പെടുക, വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുക, ഇത് സാധിക്കുകയില്ല. 2 തിമോത്തി 3:16 തൊട്ട് 2 തിമോത്തി 3:16 തൊട്ട്, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. പൗലോസിൻ്റെ ലക്ഷ്യം എന്താണ്? എല്ലാ സഭകളിലെ വിശ്വാസികളും പൂർണ്ണത കൈവരിക്കണം, ക്രിസ്തുവിൽ തികഞ്ഞവനാകണം. അതിന് വചന പഠനം അത്യാവശ്യമാണ്. അപ്പസ്തോലനായ പൗലോസ് പുറമേയുള്ളവരുടെ സുവിശേഷം പ്രഘോഷിക്കുക ചെയ്തിരുന്നു. എന്നാൽ അതേസമയം തന്നെ വിശ്വാസികൾക്കും ശുശ്രൂഷകന്മാർക്കും അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാൻ വേണ്ട പ്രബോധനങ്ങൾ, പഠനങ്ങൾ വീണ്ടും കൊടുത്തുകൊണ്ടിരുന്നു. ഇത് രണ്ടും ആവശ്യമാണ്. പുറമേയുള്ളവരോട് സുവിശേഷം പ്രഘോഷിക്കുക, ചർച്ചിനകത്തിരിക്കുന്ന വിശ്വാസികൾക്കും ശുശ്രൂഷകന്മാർക്കും
അവരെ ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുന്നവരാകുവാൻ അവർ ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുന്നവരാകാൻ വേണ്ട പ്രബോധനവും ടീച്ചിങ്ങും പഠനവും നൽകേണ്ടതാണ്. പൗലോസ് ചെയ്ത കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:19 തൊട്ട്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:19 തൊട്ട്, പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടി ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല. പൊതുസ്ഥലത്ത് വെച്ചും വീടുതോറും വന്നും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. പ്രസംഗിക്കുക മാത്രമല്ല, പഠിപ്പിച്ചു. നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മടി കാണിച്ചിട്ടില്ല. ഇന്ന് ചില ശുശ്രൂഷകന്മാർ 3 വർഷം ചർച്ചിലിരിക്കുന്നു. 3 വർഷവും സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധിപ്പിച്ച് ക്രിസ്തുവിൻ്റെ ഉപദേശമോ അപ്പസ്തോലിക പ്രബോധനമോ ഒന്നും പറയാതെ അവർ മറ്റു ചർച്ചിലേക്ക് പോകുന്നു. പിന്നെ വ്യാജ വിടുതലും ശുശ്രൂഷയും ആകെ ബഹളം. അങ്ങനെയുള്ള സഭകളിൽ വിശ്വാസികൾക്ക് എന്ത് ആത്മീയ വളർച്ച ഉണ്ടാകാനാണ്? ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന, ഇന്ന് ചില ശുശ്രൂഷകന്മാർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാൽ ഉള്ള വിശ്വാസം പോലും പോകും. വ്യാജ പ്രവചനങ്ങളും വ്യാജ വിടുതലുകളും അതൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ ഉള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടും. ആരും വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുകയില്ല, ലോകസ്നേഹികളായി പോകും. ആ രീതിയിലുള്ള പ്രസംഗങ്ങൾ ഇന്ന് ചർച്ചിനകത്ത് ധാരാളമായിട്ടുണ്ട്, എല്ലായിടത്തുമല്ല എങ്കിലും. നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന, ഇവിടെ പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന, അവരെ വഴിതെറ്റിക്കുന്നതല്ല, നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം, എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു. ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല. പൊതുസ്ഥലത്ത് വെച്ചും വീടുതോറും വന്നും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. വീണ്ടും അദ്ദേഹം പറയുന്നു, അതേ അധ്യായം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:26 തൊട്ട്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:26 തൊട്ട്, തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ, കാരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഉപദേശിക്കാത്ത കുറവല്ല, പഠിപ്പിക്കാത്ത കുറവല്ല, ഇനി നഷ്ടപ്പെട്ടാൽ പൗലോസിൻ്റെ ഉത്തരവാദിത്തമല്ല. ഇതുപോലൊരു സഭയിലെ വിശ്വാസി, ഇതുപോലൊരു സഭാമൂപ്പന് പറയണം, ഞാൻ ഇത്രയും വർഷം ഇവിടെ ശുശ്രൂഷിച്ചു, നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, ഇനി ആരെങ്കിലും കൂട്ടാക്കാതെ നശിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവൻ്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരു ശുശ്രൂഷകന് പ്രഖ്യാപിക്കണമെങ്കിൽ എന്ത് വേണം? അത് താഴെ പറയുന്നു, എന്തെന്നാൽ ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. തൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്തു. അവരുടെ നന്മയ്ക്കുതകുന്ന ആത്മീയ പ്രബോധനങ്ങളെല്ലാം കർത്താവിൽ നിന്ന് പ്രാപിച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി ആരെങ്കിലും നശിച്ചാൽ അതിന് അവർ തന്നെയാണ് ഉത്തരവാദി. അതുകൊണ്ട് ചർച്ചിൽ നല്ല ഇൻസ്ട്രക്ഷൻസ് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ പറയുന്ന ഹാവിങ് ബീൻ ഫേംലി റൂട്ടഡ് ആൻഡ് നൗ ബീയിങ് ബിൽറ്റ് അപ്പ് ഇൻ ഹിം ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യുവർ ഫെയ്ത്ത്. ഇനി ഈ വാക്യത്തിൽ അവസാനം എന്താണ് പറയുന്നത്? കൊളോസ്യ ലേഖനം 2:7 അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. ഈ വാക്യത്തിൻ്റെ അവസാനം നിർത്താതെയുള്ള സ്തോത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹാവിങ് ബീൻ ഫേംലി റൂട്ടഡ് ആൻഡ് നൗ ബീയിങ് ബിൽറ്റ് അപ്പ് ഇൻ ഹിം ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യുവർ ഫെയ്ത്ത് ജസ്റ്റ് ആസ് യു were instructed and overflowing with gratitude. ഒരു വിശ്വാസി ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പണിതുയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നന്ദിയോടെ എപ്പോഴും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. സങ്കീർത്തനം 103 നമുക്കറിയാം. സങ്കീർത്തനം 103:1 തൊട്ട്, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക.
എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. കൊളോസ്യർ 3-ാം അധ്യായത്തിലും ഈ കൃതജ്ഞതാ സ്തോത്രം അതിനെക്കുറിച്ച് പൗലോസ് വീണ്ടും പറയുന്നു. നമ്മൾ ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനം 2:7 ഇനി കൊളോസ്യ 3:15 തൊട്ട് വായിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായിരിക്കുവിൻ. എപ്പോഴും ദൈവത്തോട് നന്ദി നിറഞ്ഞൊരു ഹൃദയം. എപ്പോഴും നമ്മൾ കൃതജ്ഞതാ നിർഭരരായിരിക്കുകയാണെങ്കിൽ ഒരു പരാതിയും പിറുപിറുപ്പും നമുക്കില്ല. കാരണം ദൈവത്തോടുള്ള നന്ദി കൊണ്ട് നിറഞ്ഞ ഹൃദയത്തിൽ പിറുപിറുപ്പിനും അസൂയയ്ക്കും ഇത് കിട്ടിയില്ലല്ലോ അത് കിട്ടിയില്ലല്ലോ എന്നുള്ള പരാതിക്കും സ്ഥാനമില്ല. എന്നാൽ ഹൃദയത്തിൽ ദൈവത്തോടുള്ള നന്ദി നിറഞ്ഞു കവിയാതിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ പോലെ പിറുപിറുക്കാൻ തുടങ്ങും. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായിരിക്കുവിൻ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ. എങ്ങനെയുള്ള ഹൃദയം? കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ഇനി എന്താണ് പറയുന്നത് അടുത്ത വാക്യത്തിൽ? നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും പാട്ട് പാടുമ്പോഴും സ്തോത്രം പറയും, ശരിയാണ്. എന്നാൽ അപ്പോൾ മാത്രമല്ല സ്തോത്രം പറയേണ്ടത്. നമ്മൾ ദൈവത്തിന് നിരന്തരം സ്തോത്രം പറയണം. സ്തോത്രം പറയുവാനായിട്ട് പ്രത്യേക സമയം എപ്പോഴും വേർതിരിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരികയില്ല. പ്രവൃത്തി ചെയ്യുമ്പോഴും ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ വായ കൊണ്ട് പിതാവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ ഗ്ലോറി എന്ന് പറയാം. നമ്മൾ ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ സ്തോത്രം പറയുവാൻ ആരും നമ്മളെ പ്രേരിപ്പിക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിൽ നമ്മൾ വേരൂന്നിയിട്ടുണ്ടെങ്കിൽ, അവനിൽ പണിതുയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവെന്താണ്? ഹൃദയത്തിൽ സ്തോത്രം, അധരത്തിൽ സ്തോത്രം. ഒരു പണി നമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തെളിവ് നമ്മുടെ ഹൃദയത്തിലും അധരത്തിലും കാണാം. നിങ്ങൾ വാക്കാലോ, അതായത് കൊളോസ്യർ 3:17, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്യുവിൻ. എനിക്കൊരു ദൈവദാസനെ അറിയാം. അദ്ദേഹം മരിച്ചുപോയി. വടക്കേ ഇന്ത്യയിലും കേരളത്തിലൊക്കെ സുവിശേഷം പ്രസംഗിച്ച ഒരു ഭക്തനായ മനുഷ്യനാണ്. അദ്ദേഹം സുവിശേഷ ലഘുലേഖ ട്രാക്റ്റ്, ഓരോ ട്രാക്റ്റും മടക്കുമ്പോഴും കൃതജ്ഞതാ സ്തോത്രം അധരത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. ആരും പറഞ്ഞിട്ടല്ല. മറ്റു പല ശുശ്രൂഷകന്മാരും വിശ്വാസികളും ട്രാക്റ്റ് മടക്കും. അവർ ട്രാക്റ്റ് മടക്കുമ്പോൾ ആ ഒറ്റ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇദ്ദേഹം 2 ജോലി ചെയ്യുകയാണ്. അധരം കൊണ്ട് ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ആ കാര്യം ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല. നമുക്ക് സാഹചര്യം കിട്ടുമ്പോഴൊക്കെ ഒരു ജോലി ചെയ്യുമ്പോഴും നമ്മുടെ അധരം തുറന്നുകൊണ്ട്, നമ്മുടെ അധരം കൊണ്ട് സ്തോത്രം പറയുവാൻ പഠിക്കണം. അങ്ങനെ ശീലിക്കാത്തവർ പഠിക്കണം. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും, പ്രവൃത്തി എന്ത് തന്നെയാകട്ടെ, അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. അതുകൊണ്ട് അർത്ഥമില്ലാതെയല്ല ഭക്തരായ വിശ്വാസികൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീഖൾ ദാവീദ് ദൈവത്തിൻ്റെ മുമ്പാകെ നൃത്തം ചെയ്തപ്പോൾ അവൾ ദാവീദിനെ പരിഹസിച്ചു. കാരണം ദാവീദിന് ദൈവത്തോടുള്ള സ്നേഹബന്ധം എത്രത്തോളമാണ് അത് മീഖളിന് ഒരിക്കലും അറിയുകയില്ല. മീഖൾ എന്തെങ്കിലും പറയട്ടെ, ദാവീദ് ദൈവത്തിൻ്റെ മുമ്പാകെ സ്തുതിക്കുന്നതും നൃത്തം ചെയ്യുന്നതും അവസാനിപ്പിച്ചില്ല. അതുകൊണ്ട് മീഖളുമാരെന്തു പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്തുതിയും സ്തോത്രവും അവസാനിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിലാണ്?
നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന്, ഇത് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. വത്സ സിസ്റ്ററിന് പ്രാർത്ഥിക്കാൻ ഒഴിവുണ്ടോ? ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. എന്നിട്ട് സെബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം പറയും. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന തിരുസന്നിധിയില് ഞങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ തന്ന സ്തോത്രം. കർത്താവേ, ഇത്ര മഹത്വമായ വചനങ്ങളൊക്കെ ഞങ്ങൾക്ക് കേൾക്കുവാനുള്ള ഭാഗ്യാവസ്ഥ വന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് കർത്താവെ പല രാജ്യങ്ങളിൽ ഇരുന്ന ഇത്രയും വിദൂര ഇരുന്ന് കേൾക്കുവാനും ഇത് പഠിക്കുവാനും ഒക്കെ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. ദേവദാസിനെ ഏറെ വർഷങ്ങളായി കർത്താവ് ഇതിനു വേണ്ടി വിളിച്ച് വേർതിരിച്ച് കർത്താവിന്റെ മഹത്വകരമായ ശുശ്രൂഷ ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യം ബലവും ശക്തിയും കൊടുത്തതിനായി സ്തോത്രം. കർത്താവെ, ഇതൊക്കെ കേൾക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ തന്നെ തുറന്നു കാണിക്കുന്ന വചനങ്ങളാണല്ലോ കർത്താവ്. എന്തുമാത്രം കുറവുകളും പരാജയങ്ങളും ബലഹീനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് ഞങ്ങളെ തള്ളിക്കളയാതെ നിർത്തിയിരിക്കുക. സ്തോത്രം. വെട്ടിക്കളയാതെ ഞങ്ങൾ കർത്താവ് നിർത്തിയിരിക്കുന്ന സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിൽ കർത്താവിൽ വേരൂന്നി ആത്മീയവർത്തനം പ്രാപിച്ച കർത്താവെ ഹൃദയങ്ങളെ പാടി സ്തുതിക്കുവാനും കർത്താവെ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുന്ന വിശ്വാസത്തെ ഉറച്ച സ്തോത്രത്തെ കവിഞ്ഞിരിക്കുക. സ്തോത്രത്തിലൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടപ്പ വിശ്വാസത്തില് സ്ഥിരതയിൽ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായിട്ട് ആ വിശ്വാസത്തെ ഞങ്ങളെ വർദ്ധിപ്പിക്കണേ. വിശ്വാസം തന്നെ കർത്താവിൽ നിന്നാണല്ലോ കർത്താവെ. ഞങ്ങള് കുലുങ്ങിപ്പോയ ഏതെല്ലാം പ്രതിസന്ധി വന്നാലും എന്തെല്ലാം ഈ ലോകത്തെ കഷ്ടതയും പ്രയാസവും ദുഃഖവും നെടുവീർപ്പും ഞെരക്കും ഒക്കെ കടന്നു വരുമ്പോഴും കർത്താവ് ഈ വചനങ്ങളൊക്കെ ജീവനാക്കി തീർക്കണമേ. അപ്പാ ഞങ്ങളുടെ ആദ്യത്തേക്കാൾ അന്ത്യം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണമേ. അതിനെ വർദ്ധിക്കാൻ കർത്താവിൽ ആശ്രയിക്കുന്ന ആറ്റിനരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം മാതിരി ഫലപ്രദമായ വൃക്ഷം കായ്ക്കും കർത്താവേ. അങ്ങയുടെ വചനത്തിൽ ഇരിക്കുവാനും ആ പരിശുദ്ധാത്മ ശക്തി ബലപ്പെടുവാനും ഒക്കെ കൃപ തരണേ. ആറ്റിനരികത്ത് നട്ടിരിക്കുന്ന തക്ക സമയത്ത് ഫലം കൊടുക്കുന്ന ദൈവമാണ് കർത്താവെ. അങ്ങിൽ ആശ്രയിക്കുന്ന കർത്താവെ. ഞങ്ങൾ ഇത് കേൾക്കുമ്പോ ഇതൊക്കെ ആയിത്തീരാൻ വാഞ്ചയും ആഗ്രഹമുണ്ട്. എങ്കില് കർത്താവിന്റെ കൃപ ഇല്ലാതെ പറ്റത്തില്ല. കർത്താവ് സഹായിച്ചാൽ മാത്രമേ ഉള്ളപ്പ ഞങ്ങളുടെ ബുദ്ധിയിലോ കഴിവിലോ കാണാപാഠമായിട്ട് വചനം പഠിച്ചാലും കർത്താവെ അത് ജീവനാക്കി സമയത്ത് കർത്താവെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേട്ടവർക്കെല്ലാം അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, തീർത്തനായി സ്തോത്രം. ഇനി കേൾക്കുന്നവർക്കും ഏറ്റവും അനുഗ്രഹമായി കർത്താവ്. ഇത് കേട്ട് മറക്കുന്നവരല്ല കർത്താവ്. ഞങ്ങളുടെ പ്രാക്ടിക്കലായി വിശ്വാസത്തിൽ ജീവിതത്തിൽ ചെയ്യുന്നവരാക്കി എപ്പോഴും സ്തോത്രത്തെ കവിഞ്ഞിരിക്കുവാനും മാത്രം ഉയർത്തുവാൻ കർത്താവ് ഇടയാക്കണേ. ഞങ്ങൾ ഭാവിക്കുന്നത് മേരെ ഭാവിച്ചു വരൂ ഇടയാക്കലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ആത്മാവിന്റെ ദാരിദ്ര്യം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ ഇനിയുള്ള സമയം അങ്ങയുടെ കരങ്ങളിലിരിക്കുന്ന നാട്ടിലായിരിക്കുന്നവർക്ക് രാത്രി വിശ്രമത്തിലേക്ക് കടന്നു പോകുന്നു കർത്താവെ. പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, എപ്പോഴും കൂടിരുന്ന് കാത്തിരിക്കുന്ന ദൈവമാക്കിയ സ്തോത്രം. അവരെ എല്ലാം അവിടെ ആയിരിക്കുന്നവരെയും കാത്തു പരിപാലിക്കണമേ. എല്ലാം കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന നാം മഹത്വം പ്രാർത്ഥനയായിട്ട് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് തന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടുകൂടി ഇരിക്കുമാറാവട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജോയ് ബ്രദറെ, ദൈവത്തിന് സ്തോത്രം. ഒരു കോള് വന്നു ബ്രദറെ,